എനിക്കൊന്ന് മനുഷ്യൻ എന്നങ്ങാണ്ട് പറയുന്ന ഒരു നാടകം അവതരിപ്പിച്ച് അതിച്ചിരി വിവാദമൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പിന്നീടാണെങ്കിലും ഈ മാമുക്കോയൊക്കെയുടെ ഇന്റർവ്യൂ കണ്ടാലേ നമ്മൾ നാട്ടിൻപുറത്തുകാരൻ, സാധാരണക്കാരൻ, വിനയം, ലാളിത്യം എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ലോകപരിചയവും വീക്ഷണവും ഉണ്ടല്ലോ വളരെ വലുതാണ്. മാനവികത അല്ലെങ്കിൽ നമ്മള് രാഷ്ട്രീയം, മതം, ഈ സിവിക്സ് എന്ന് പറയും, പൗരധർമ്മം, ഈ ഒരു ഏരിയകളിലൊക്കെ അദ്ദേഹത്തിന്റെ ചില വീക്ഷണങ്ങള് ഒരു കൺസർവേറ്റീവായി ആ കാലത്ത് വളർന്നു വന്ന ഒരാൾക്കുണ്ടാകുന്നതല്ല. അല്ല, അതാണ് അദ്ദേഹം നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് അഭിനയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല. ഈ ഒരു വളരെ ഒരു സാധാരണ വിദ്യാഭ്യാസം ലഭിച്ച ഒരാളിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ലോകവീക്ഷണവും സാഹിത്യത്തെക്കുറിച്ചായിരുന്നാലും മതത്തെക്കുറിച്ചായിരുന്നാലും രാഷ്ട്രീയത്തെക്കുറിച്ചായിരുന്നാലും ഒക്കെ കൃത്യമായ ഒരു കാഴ്ചപ്പാട്, ചില നിലപാടുകൾ, അത് നിർഭയമായി അതിങ്ങനെ പറയുക. ആരുടെയും മുഖത്ത് നോക്കി അദ്ദേഹത്തിന് പറയാനുള്ളത് കൃത്യമായിട്ട് പറയും. അങ്ങനെയൊക്കെയുള്ള ചില വളരെ നമുക്കൊക്കെ ഒരു എന്താണ്, നമ്മളെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു വളരെ പച്ചയായ ഒരു നിഷ്കളങ്കത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു നാട്യങ്ങളും ഇല്ലാത്തൊരു മനുഷ്യൻ. ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ കാലം വന്നപ്പോഴും ഒക്കെ അദ്ദേഹത്തിന്റെ വായിന്നൊന്നും അങ്ങനെ ഒരു തെറ്റായ കാലത്തിന് ചേരാത്തതെന്ന് നമുക്ക് തോന്നുന്ന ഒരു വാക്ക് പോലും വായിന്ന് വീഴാത്ത ആളാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഒരു മാനവികതയുടെ, ഒരു മതേതരത്വത്തിന്റെ ഒക്കെ ഒരു വലിയ പ്രതീകമായിട്ടാണ് ഞാൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും അത് ആർക്കും അങ്ങോട്ടൊരു അലോസരപ്പെടുത്തുന്നതായിരുന്നില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പുരോഗമനപരമായ കാഴ്ചപ്പാടുകളും രാഷ്ട്രീയവും ഒക്കെ വ്യക്തമാണ്. അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു സമുദായത്തിൻ്റെ, മതത്തിൻ്റെ, അതിനകത്ത് തന്നെയുള്ള ചില സമ്പ്രദായങ്ങൾ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് അല്ലെങ്കിൽ വിയോജിപ്പ് തോന്നുന്നത് കൃത്യമായിട്ടും മുഖം നോക്കാതെ വളരെ രൂക്ഷമായി നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രീയ കാര്യങ്ങൾ എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം കൃത്യമായി പറയുകയും അതാണ് പറയണ്ട ഞാൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം വളരെ സാധാരണക്കാരനായി തടി അളവെടുക്കുന്ന ജോലിയൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരാൾക്ക് എന്തുമാത്രം ഒരു ഇച്ഛാശക്തിയും ഒരു വീക്ഷണമൊക്കെ ഉണ്ടെങ്കിലാണ് ഇങ്ങനെ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു എഴുത്തുകാരുടെയും സാംസ്കാരിക നായകന്മാരുമായിട്ട് അദ്ദേഹത്തിന് ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ഒപ്പം അദ്ദേഹത്തിന് പരന്ന വായന ഉണ്ടായിരുന്നു. ഈ സാംസ്കാരിക നായകന്മാർ, ഈ സാഹിത്യ നായകന്മാരുമായിട്ടുള്ള ബന്ധം, അവരിൽ നിന്ന് ആർജിച്ച അനുഭവങ്ങൾ, അറിവുകൾ, ഒപ്പം അദ്ദേഹത്തിന്റെ നല്ല വായനയുണ്ടായിരുന്നു. വലിയ വായനാശീലമുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ അതിലൂടെയൊക്കെ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ഒരു അനൗപചാരികമായ വിദ്യാഭ്യാസത്തിലൂടെ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ വിശാലമായ ഒരു മാനവികതയുടെ ഒരു വീക്ഷണം, അതൊക്കെ അദ്ദേഹത്തിന്റെ രക്തത്തിലുള്ള ഒരു ഗുണമാണ്. ഞാൻ എൻ്റെ ഈ ഭാഗ്യവാൻ്റെ സെറ്റിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതോ പിന്നീട് ഞങ്ങൾ അഭിനയിച്ച ചില സിനിമകളിൽ റിലീസാകാത്ത ചില സിനിമകളുമുണ്ട്. ഏതോ ഒരു ഇതിൻ്റെ ലൊക്കേഷനിൽ ഞങ്ങളൊരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മയങ്ങുന്ന ഒരു ഇതിലേക്ക്, അപ്പോൾ ഞാനിങ്ങനെ അടുത്തുണ്ട്. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു കട്ടുറുമ്പ് അദ്ദേഹത്തിൻ്റെ ഈ കഴുത്തിലൂടെ ഇങ്ങനെ കയറി പോവുക. അപ്പോൾ ഞാൻ ചേട്ടാ ഇതാ ഒരു കട്ടുറുമ്പ്. പുള്ളി ഉടനെ നോക്കിയിട്ട് ഇതിനെ പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അതങ്ങ് തറയിലിട്ടങ്ങ് വിട്ടുകൊടുക്കുക. എന്നിട്ട് അത് പോകുന്ന നോക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ അതിനത് കൊല്ലാതെ വിട്ടു, അത് ഇനി വരുന്ന ആളെ കടിച്ച് കൊല്ലട്ടതാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അല്ല അത് എന്നെ ഉപദ്രവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അന്ന് വലിയ സീരിയസ് ആയിട്ട് തോന്നി. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ ഇദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ടുള്ളൊരു വലിയ ബന്ധം, അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ആഴത്തിൽ മനസ്സിലാക്കിയപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു ദർശനമുണ്ട്. അതായത് ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ഇതെല്ലാ ജീവജാലങ്ങളും. ഇപ്പോൾ ബഷീറിനോട് ഒരിക്കലും ആരോ ഒരു മാധ്യമപ്രവർത്തനമായിട്ട് ചോദിച്ചു കുടുംബത്തിൽ ആരൊക്കെയാണ് വീട്ടിൽ കുടുംബാംഗങ്ങൾ ചോദിച്ചപ്പോൾ ഭാര്യയുടെയും മക്കളുടെയൊക്കെ പേര് പറഞ്ഞതിന് ശേഷം പശുവും വീട്ടിലെ പൂച്ചയും പട്ടിയും പറമ്പിലെ പല്ലിയും പഴുതാരയും പാറ്റയും ഇതെല്ലാം എൻ്റെ കുടുംബാംഗങ്ങളാണ്. ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കും മൗക്കയുടെ ഉള്ളിൽ ഉണ്ട്. ഞാൻ ഈ അടുത്ത് ചിന്തിച്ചൊരു കാര്യമാണ്. കാര്യം അന്ന് ഞാൻ കണ്ടൊരു ഇതാണ്. കാര്യം ഒരു സഹജീവിയെപ്പോലും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത അത്രയും ഒരു നിഷ്കളങ്കമായ വീക്ഷണം. നമ്മൾ പറയും ഇപ്പൊ വള്ളത്തോള് ലോകമേ തറവാട് നിനക്ക് ഈ പുൽകളും പുഴുക്കളും തൻ കുടുംബക്കാർ. അത് അതിന്റെ ഒരു കൊളോക്കിയൽ വെർഷനാണ് ഭൂമിയുടെ അവകാശികൾ. അത് സാഹിത്യ വെർഷനാണ്. അത് ബഷീറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലരൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ മതിലുകൾ എന്ന് പറയുന്ന സിനിമ അടൂര് സിനിമയാക്കിയപ്പോൾ ശരിക്കും ഒരു ബഷീറിൻ്റെ ഒരു ഇതാണല്ലോ ഈ മതിലുകളുടെ കഥാപാത്രം. ബഷീറുമായിട്ട് ഏറ്റവും അടുത്ത ഒരു സാമ്യം, രൂപത്തിലും ഒക്കെ ഉള്ളൊരു സാമ്യമുള്ളൊരു മനുഷ്യനാണ് മാമുക്കോയ. മാമുക്കോയെ വെച്ച് ആ സിനിമ മമ്മൂക്കയെ വെച്ചിട്ട് ചെയ്യുന്ന അതല്ല, ഒരു താരതമ്യമല്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു സിനിമ അന്ന് വന്നിരുന്നെങ്കിൽ അതൊക്കെ ചിലർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിന്തിക്കാവുന്നതാണ്. സാമ്യം എവിടെയൊക്കെയോ
ഉണ്ട്. ആ കാലത്ത് പക്ഷെ മാമുക്കോയക്ക് ഇത്തരം ഈ പെരുമഴക്കാലത്തിലൊക്കെ ചെയ്തവരുള്ള കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടില്ല. നമ്മുടെ സിനിമയ്ക്ക് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ പ്രേമേട്ട, ഒരാളെ ഒരു റൂട്ടിൽ കെട്ടിയാൽ ആ റൂട്ടിൽ തന്നെ എത്രയോ നാള് പോകും. മാമുക്കോയക്ക് എവിടെയാണ് ഇങ്ങനെ അവസാന കാലത്താണ് കുറച്ച് നല്ല കഥാപാത്രങ്ങൾ കിട്ടിയെന്ന് പറയാൻ പറ്റും. അല്ല, ഒരു 450-ലധികം സിനിമകൾ അഭിനയിച്ചൊരു മനുഷ്യൻ. അതിലെനിക്ക് തോന്നുന്നു ഒരു 440ഓളം സിനിമകളും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ടൈപ്പിലുള്ള ഈ ഒരു മുസ്ലിം ഭാഷ, മലബാറിലെ ഒരു മുസ്ലിം ഭാഷയുള്ള ഇങ്ങനെ ഒരു തമാശ കഥാപാത്രത്തിലേക്ക് മാത്രം അദ്ദേഹത്തിനെ ചുരുക്കി കാണിക്കുകയും ഒരു 10 സിനിമ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ കുറേ നല്ല കഥാപാത്രങ്ങളായി, എല്ലാം നല്ല കഥാപാത്രങ്ങൾ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നടനെ അടയാളപ്പെടുത്താൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് വളരെ കുറച്ച് സിനിമകളാണ്. അതല്ലായിരുന്നെങ്കിൽ ഇനിയും ചെറുശ്ശേരിയുടെ ഒരു ആർട്ടിസ്റ്റാണ്. സംസ്ഥാന ഗവൺമെന്റ് ആദ്യമായി പ്രഖ്യാപിച്ച ഈ ഹാസ്യ അഭിനയത്തിലുള്ള മികച്ച നടന്റെ അവാർഡ് ആദ്യമായിട്ട് കരസ്ഥമാക്കിയത് ഇന്നത്തെ ചിന്താ വിഷയമാണോ, ഇന്നത്തെ ആ സിനിമയിലെ അഭിനയത്തിനാണെന്ന് തോന്നുന്നു. മമ്മൂക്കയ്ക്കാണ് ആദ്യത്തെ ആ ഹാസ്യ നടനുള്ള അവാർഡ് കിട്ടിയത്. പെരുമഴക്കാലത്തില് ഈ സഹനടന് സ്വഭാവ നടനുള്ള പരാമർശം കിട്ടിയ ജൂരി പരാമർശം കിട്ടിയതാണ്.